ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മൾ അല്ലാഹു തആലയോട് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ. ഞാൻ പഠിച്ചവനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്, പഠിച്ചവൻ എൻ്റെത് സ്വീകരിക്കുന്നില്ല, എൻ്റെത് മാത്രം സ്വീകരിക്കുന്നില്ല, പഠിച്ചവൻ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്, പഠിച്ചവൻ എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്നും വർഷങ്ങളായി ഞാൻ പഠിച്ചവനോട് ഒരേ കാര്യം പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. പ്രാർത്ഥിക്കേണ്ട സമയങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ. നമ്മൾ അള്ളാഹുവിനോട് അത്രയും അങ്ങേയറ്റം സങ്കടപ്പെട്ട് അള്ളാഹുവിനിൽ അത്രയും നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടാതിരിക്കുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതെന്താണ്, അള്ളാഹു തആല എന്തെങ്കിലും ഒരു നല്ലത് കണക്കാക്കി വെച്ചിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കുന്നത്. ഒരു ദുആ നമ്മളൊരാളോട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ദുആ ചെയ്ത കാര്യം എന്താണോ അതല്ലായിരിക്കും ചിലപ്പോൾ അള്ളാഹു നടത്തി തരിക. ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ആ ദുആക്ക് ഉത്തരം തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ദുആ ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നന്നാക്കി തരും. അങ്ങനെയൊക്കെയാണ് പഠിച്ചവൻ. അപ്പം നമുക്ക് നമ്മൾ ദുആ ചെയ്ത കാര്യങ്ങൾ അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് ഫലം തരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദുആ ചെയ്തതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ എന്താണോ ദുആ ചെയ്തത് ആ ദുആ അല്ലാഹു തആല നടത്തി തരും. പിന്നെ നമ്മൾ എന്തായാലും ചെയ്യില്ല, അപ്പോൾ ഇതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിട്ടി പോയാൽ പോയി എന്ന് വിചാരിച്ചു ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, എന്നാലേ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ചുമ്മാ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, ചില ആളുകൾ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മളിപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യയോഗ്യമാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ വ്യാഴാഴ്ച ദിവസവും ഉണ്ടല്ലോ, എല്ലാ വ്യാഴാഴ്ച ദിവസവും നമ്മൾ ളുഹാ നിസ്കരിച്ചതിന് ശേഷം 500 തവണ, എല്ലാ വ്യാഴാഴ്ച ദിവസവും ളുഹാ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ളുഹാ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാകാം, നിസ്കരിക്കാത്തത് ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ തുടങ്ങുക, അപ്പോഴാണ് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ളുഹാ നിസ്കരിക്കുക. ളുഹാ നിസ്കരിച്ചതിന് ശേഷം 500 തവണ യാ സമീഉ യാ അല്ലാ, യാ സമീഉ യാ അല്ലാ എന്ന് ചൊല്ലുക. അതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് പ്രാർത്ഥിക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ വ്യാഴാഴ്ച ളുഹാ നിസ്കരിച്ചതിന് ശേഷം എന്താ ചെയ്യുക, 500 തവണ യാ സമീഉ യാ അല്ലാ ചെല്ലുക. അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ അല്ലാഹു തആല എന്തായാലും സ്വീകരിക്കുന്നതാണ്. നല്ല വിശ്വാസത്തോട് കൂടിയൊക്കെ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ദുആകളും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ല ഖൈറും ബറക്കത്തും ഒക്കെ ചൊരിഞ്ഞു തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് അമൽ കിട്ടിക്കഴിഞ്ഞാൽ, മറ്റൊരാൾ ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി പഠിച്ചോൻ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനൊക്കെ മടിയായിട്ടുള്ള ആൾക്കാർ. അതായത് ആഗ്രഹം ഉണ്ടാകും, അറിവുണ്ടാകും, ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ചെയ്യാൻ നല്ല പൂതിയുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് മടി വരികയാണ്. അപ്പോഴേക്കും എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ട് ഞാനത് മാറ്റി വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇതാണ്, എനിക്കത് നന്നാവണം, എനിക്ക് പഠിച്ചവനും കുറച്ചും കൂടി അടുപ്പം വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒന്നും കൂടി ഇങ്ങോട്ട് റിഫ്രഷ് ആവണം, ഒന്നും കൂടിയൊക്കെ മനസ്സൊക്കെ നന്നാക്കി നല്ലൊരു അടുപ്പം പഠിച്ചവനോട് ആക്കണം, എൻ്റെ മടികളൊക്കെ മാറ്റിയെടുക്കണം, പുതിയൊരു മനുഷ്യനായി മാറണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അതിലേക്ക് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ്സിൽ ചേരാനുള്ള അവസരമുണ്ട്. നമുക്ക് ഫീസ് ഉണ്ട് കേട്ടോ. ഫീസ് 500 രൂപയാണ് ഫീസ്.
നമ്മുടെ ക്ലാസ്സുകൾ 20 ദിവസത്തെ ക്ലാസ്സുകളാണ് വരുന്നത്. 20 ദിവസത്തിന് വെറും 500 രൂപ മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾക്ക് മേടിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ചേരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എങ്ങനെയാണ് ചേരേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ചേരുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോൾ ചെയ്യും. അപ്പോൾ 500 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചേരുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.